ഹായ്, വെൽക്കം ടു ഇന്ത്യൻ മീഡിയ. കഥ ആരംഭിക്കുകയാണ്. ഒരു നേർത്ത പാതയിൽ. നീ എന്താ വിചാരിച്ചേ? നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ ഭാര്യയായി ഇവിടെ സുഖമായി വാഴിക്കാനാണെന്നാണോ? മഹിയുടെ ഭാവമാറ്റം ശോഭയിൽ അമ്പരപ്പുണ്ടാക്കി. എന്താ മഹി, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അസ്വസ്ഥയോടെ ശോഭ ചോദിച്ചു. ഇന്ന് ശോഭയുടെയും മഹിയുടെയും ആദ്യ രാത്രിയാണ്. രണ്ടുപേരുടെയും വീട്ടുകാർ ഉറപ്പിച്ചു നടത്തിയ കല്യാണം. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു ശോഭയുടേത്. അതുകൊണ്ടാണ് മഹിയുടെ ആലോചന വന്നപ്പോൾ അച്ഛനും അമ്മയും അവളെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത്. ശരിക്കും ശോഭ അവരുടെ സ്വന്തം മകളല്ല. അവളുടെ സ്വന്തം അച്ഛനും അമ്മയും അവളുടെ ചെറുപ്പത്തിലെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ അവൾ വളർന്നതെല്ലാം ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്. അവർക്കും 2 മക്കളുണ്ട്. അത്ര സുഖമുള്ള ജീവിതമായിരുന്നില്ല അവൾക്കവിടെ. അവർക്ക് ശരിക്കും അവൾ ഒരു ബാധ്യതയായിരുന്നു. +2 കഴിഞ്ഞു പിന്നെ പഠിപ്പിച്ചില്ല. അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു വേലക്കാരിയാക്കി മാറ്റി. ശരിക്കും നരകം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹിയുടെ വീട്ടിൽ നിന്നും ഇങ്ങനെയൊരു ആലോചന ശോഭയ്ക്ക് വരുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ തൻ്റെ ഭാഗ്യമാണെന്ന് അവളും വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ മഹി വല്ലാത്തൊരു രീതിയിൽ ശോഭയെ നോക്കി ചിരിച്ചു. ഞാൻ ഒരിക്കലും ഒരു കുടുംബം നടത്താൻ വേണ്ടിയല്ല നിന്നെ കല്യാണം കഴിച്ചത്. അതിനോട് എനിക്ക് താല്പര്യവുമില്ല, മഹി പറഞ്ഞു. പിന്നെ? ശോഭ അമ്പരപ്പോടെ ചോദിച്ചു. എനിക്ക് സുഖിക്കണമെന്ന് തോന്നുമ്പോൾ സുഖിക്കാൻ. അതിന് വീട്ടുകാർ എനിക്ക് വീട്ടിൽ സെറ്റപ്പാക്കി തന്നതാണ് നിന്നെ. അതിനുവേണ്ടി മാത്രം. അവൻ നിസ്സാരമായി അവളെ നോക്കി പറഞ്ഞു. അല്ലാതെ എനിക്ക് നിന്നോട് യാതൊന്നുമില്ല, മഹി കൂട്ടിച്ചേർത്തു. എല്ലാം ചെറുവേദനയോടെ കേട്ടു നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ശരിക്കും എന്നെ ചതിച്ചതാരാണ്? അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൾ അവനോട് ചോദിച്ചു. നിന്റെ വീട്ടുകാർ തന്നെ. നീ ഇവിടെ എൻ്റെ ഭാര്യയായി കഴിയുന്നതിന് മാസം അവർക്ക് ശമ്പളം കിട്ടും. അതാണ് ഡീല്. നിങ്ങളുടെ വീട്ടുകാരും ഇതിന് കൂട്ടുനിന്നിരുന്നു. പിന്നല്ലാതെ അവരുടെ ഐഡിയ അല്ലേ എന്നെ കെട്ടിക്കുക എന്നുള്ളത്. എന്നിട്ട് എന്താണ് ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? പറഞ്ഞാൽ നീ ഇതിന് സമ്മതിക്കുമായിരുന്നോ? ഒരു പരിഹാസച്ചിരിയോടെ അവൻ ചോദിച്ചു. പിന്നെ ഒന്നും കേൾക്കാനായി അവൾ അവിടെ നിന്നില്ല. അവരുടെ മുറിയുടെ വാതിൽ തുറന്നു പുറത്തേക്ക് പോയി. നീ പോകുവാണോ? തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് ചെന്നാലും അവിടെ നിന്നെ ആർക്കും ആവശ്യമില്ല. വീണ്ടും പരിഹാസച്ചിരിയോടെ അവൾ കേൾക്കാനായി അവൻ വിളിച്ചു പറഞ്ഞു. താഴെ ഹാളിലേക്ക് ചെന്ന അവൾ കണ്ടത് സോഫയിൽ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ അച്ഛനെയും മുത്തശ്ശിയെയുമാണ്. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും എന്തോ പന്തിയല്ല എന്നവർക്ക് മനസ്സിലായി. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാണ് നിങ്ങളുടെ മകനും ഞാനുമായുള്ള വിവാഹം നടത്തിയത്? തീർത്തും ഗൗരവം നിന്നിരുന്നു അവളുടെ സംസാരത്തിൽ. അവൻ എന്തോ മോശമായി അവളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് മോളെ, അവൻ്റെ അച്ഛൻ അവളോട് എന്തോ പറയാനായി തുടങ്ങിയതും. വേണ്ട, നിങ്ങളെന്നെ മോളെ എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അവളുടെ പെട്ടെന്നുള്ള തിരിച്ചടിയിൽ അയാളൊന്ന് പതറി. മകന് സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നെ കൊണ്ടുവന്നതെങ്കിൽ പിന്നെന്തിനാണ് ഈ കല്യാണ നാടകം നടത്തിയത്? അവൾ കൂട്ടിച്ചേർത്തു. മോളെ, അവന് ചില ദുശീലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പതിയെ മാറിക്കൊള്ളും. മുത്തശ്ശിയാണ് ഇത്തവണ സംസാരിച്ചത്. കൊള്ളാം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു പരീക്ഷണ വസ്തുവാണ് അല്ലേ? നിങ്ങളുടെ മകനെ നന്നാക്കാൻ ചോദിക്കാനും പറയാനും എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കുറച്ചുകൂടി എളുപ്പവുമായി. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. മോളെ, അങ്ങനെ പറയരുത്. ഒന്നും നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. മഹി കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ രീതികൾക്കും സ്വഭാവത്തിനും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് വിചാരിച്ചാണ്. അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കിയത്, മുത്തശ്ശി പറഞ്ഞു.
എന്ത് സാഹചര്യത്തിൻ്റെ പേരിലാണെങ്കിലും അവനെ നിങ്ങൾ ന്യായീകരിക്കേണ്ടേ? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവൾക്കാണ് ഇങ്ങനെ പറ്റുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തേനെ? അവൻ്റെ അച്ഛനും മുത്തശ്ശിയും ഒന്നും വേണ്ടിയില്ല. ശോഭ അവിടെ കിടന്ന സോഫയിൽ പോയിരുന്നു. തൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ തന്നെ ചതിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അവർ തന്നെ പൈസയ്ക്ക് വേണ്ടി വിറ്റിരിക്കുന്നു. അങ്ങനെ ചെയ്യാനുള്ള എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ഞാൻ എന്താ അവരുടെ വിൽപ്പന ചരക്കോ? ഇല്ല, ഇനിയും ആരുടെയെങ്കിലുമൊക്കെ അടിമയെപ്പോലെ ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും ആട്ടും തുപ്പും കേട്ട് അവിടെ ജീവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ എൻ്റെ ജീവിതം വെറുതെ തീർത്തു കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൾ മനസ്സിലോർത്തു. ഏറെ നേരത്തെ മൗനത്തിനു ശേഷം എന്തോ മനസ്സിലുറപ്പിച്ചതുപോലെ അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റു. എന്തായാലും കല്യാണം എന്ന പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? ആ ലാഭം എങ്ങനെയുണ്ടാക്കണമെന്നും എനിക്കറിയാം. ഇതുവരെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. ഇതുവരെയില്ലാത്ത ഒരു മനോബലം അവളിലുടലെടുത്തു. അവരോട് ഇത്രയും പറഞ്ഞിട്ട് അവൾ നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി. അവൻ്റെ മുറി അകത്തുനിന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൾ വാതിൽ തുറന്നു അകത്തു കയറി. മഹി കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങിയിട്ടില്ല. തൻ്റെ അടുത്തേക്ക് വരുന്ന അവളെ കണ്ട് അവൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. താഴെ കിടന്നു വലിയ വായിൽ ഒച്ച വെക്കുന്നത് കേട്ടല്ലോ നീ. ആരാണെന്നാണ് നിന്റെ വിചാരം? ഈ വീട്ടിൽ വന്നു കയറാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ശരിക്കും എൻ്റെ അച്ഛനോട് നീ നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോഴും നീ ആ വീട്ടിൽ കിടന്നു നരകിച്ചേനെ. എൻ്റെ വീട്ടുകാരെയും എന്നെയും അനുസരിച്ച് വേണം നീ ഇവിടെ ജീവിക്കാൻ. അതിനാണ് നിന്നെ അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതും. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. എൻ്റെ യോഗ്യത തീരുമാനിക്കാൻ താൻ ആരാണ്? അതുപോലെ എന്നെ താൻ ആർക്കും വിറ്റിട്ടുമില്ല. തീർത്തും ശാന്തമായിട്ടാണ് അവൾ സംസാരിച്ചത്. പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ അവൻ ചെറുതായി ഒന്ന് പകച്ചു. മഹി, നിങ്ങൾ എൻ്റെ വീട്ടുകാരുമായി നടത്തിയ ഡീൽ ഞാൻ എന്തിനു അനുസരിക്കണം? എനിക്കതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. ഞാൻ അതിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഡീൽ റദ്ദാക്കുന്നത് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. പക്ഷേ ഇയാൾ വിഷമിക്കേണ്ട. നമുക്ക് തമ്മിൽ പുതിയൊരു ഡീൽ ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ മാത്രം. അതല്ലേ ന്യായം? ശോഭയുടെ വാക്കുകൾ അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. എങ്ങനെ സൂക്ഷിച്ചു നോക്കുക? ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ഒരു നിമിഷം മൗനമായിരുന്നതിനു ശേഷം അവൻ ചോദിച്ചു. കൂടുതലൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങളല്ലേ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമാണ് എന്നല്ലേ പറഞ്ഞത്? അതങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ മാസാമാസം ഞാൻ പറയുന്ന പൈസ നിങ്ങൾ എനിക്ക് തരണം. എൻ്റെ വീട്ടുകാരുമായുള്ള നിങ്ങളുടെ ഡീൽ അവസാനിപ്പിക്കണം. ഒറ്റ പൈസ പോലും ഇതിൻ്റെ പേരിൽ അവർക്ക് കൊടുക്കരുത്. എന്താണ് ഈ ഡീൽ? നിങ്ങൾക്ക് സമ്മതമാണോ? നല്ല ഓഫർ അല്ലേ? ലോകത്ത് ആരും ഇങ്ങനെ ഒരു ഓഫർ ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി. കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു മഹി അപ്പോൾ. ശോഭ ഇങ്ങനെ പറയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിൽ വന്ന ഭാവമാറ്റം അവനെ അത്ഭുതപ്പെടുത്തു. കുറച്ചു മുമ്പ് മുറിയിൽ നിന്ന് വിഷമിച്ചു ഇറങ്ങിപ്പോയ ആളെ ആയിരുന്നില്ല അവൾ. ശരി, എനിക്ക് ഇതിന് സമ്മതമാണ്, അവൻ അവളോട് പറഞ്ഞു. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ കൂടി ഞാൻ വ്യക്തമാക്കാം. എന്നെ നീ എടിയൊന്നൊന്നും വിളിക്കാൻ പാടില്ല. ഞാൻ തിരിച്ചും അങ്ങനെയൊന്നും വിളിക്കില്ല. എന്നോട് മോശമായ ഭാഷയിൽ സംസാരിക്കാനും പാടില്ല. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സേവനത്തിന് നിങ്ങൾ എനിക്ക് പൈസ തരുന്നു. ആ ബഹുമാനം നമ്മൾക്കിടയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ മഹിയെ സുഖിപ്പിക്കുന്ന കാര്യത്തിൽ അതിന് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ രീതികളോടും ഞാൻ സഹകരിക്കാം. പക്ഷെ ഞാനൊരു മനുഷ്യനാണെന്നുള്ള കാര്യം മഹിയുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മഹിക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഒരു ദിവസം ഒരു തവണ മാത്രമേ റിലേഷൻ നടത്താൻ പാടുള്ളൂ. ഇതല്ലാതെയുള്ള എൻ്റെ മറ്റൊരു കാര്യങ്ങളിലും മഹി ഇടപെടാൻ പാടില്ല. ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾക്ക് രണ്ടുപേർക്കും അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പിന്നെ പൈസ മാസം കറക്റ്റായിട്ട് എനിക്ക് കിട്ടണം. അതിൽ മഹി തട്ടിപ്പൊന്നും കാണിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേടിക്കേണ്ട, സേവനത്തിനനുസരിച്ചുള്ളതേ ഞാൻ വാങ്ങുകയുള്ളൂ. പിന്നെ പൈസ ചോദിച്ചു വരുന്ന എൻ്റെ വീട്ടുകാരോട് മഹിയൊന്നും സംസാരിക്കേണ്ട. അവരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം, കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം, അവൾ ശാന്തമായി പറഞ്ഞു നിർത്തി.
എല്ലാം അത്ഭുതത്തോടെ മിണ്ടാതെ കേട്ട് നിൽക്കുകയായിരുന്നു മഹി. ഓക്കെ ശോഭ, പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ എങ്ങനെയാണ് ഈ രാത്രി മഹി എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? വളരെ നിസ്സാര രീതിയിൽ അവൾ ചോദിച്ചു. ഇല്ല, ഇന്ന് വേണ്ട, അവൻ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ കിടക്കാൻ പോകുക. അവൾ ധൈര്യമായി അവൻ കിടന്ന കട്ടിലിൻ്റെ ഒരു വശത്തായി വന്നു കിടന്നു. അവനും പതിയെ കട്ടിലിൽ കിടന്നു. ലൈറ്റ് ഓഫാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശോഭ ഉറങ്ങി. പക്ഷേ മഹിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. അവളുമായുള്ള മുന്നോട്ടുള്ള ജീവിതം അവൻ വെറുതെ ആലോചിച്ചു നോക്കി. ഓർക്കുമ്പോൾ ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ആലോചനകൾക്കിടയിൽ അവനും എപ്പോഴോ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം ശോഭ എഴുന്നേറ്റപ്പോൾ മഹി മുറിയിലുണ്ടായിരുന്നില്ല. അവൾ പതിയെ എഴുന്നേറ്റു ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി തിരിച്ചു മുറിയിൽ വന്നു. സമയം 9 കഴിഞ്ഞിരുന്നു. ഇന്നലത്തെ ക്ഷീണം കാരണം ഇത്ര നേരം കിടന്നുറങ്ങി. അവളുടെ മനസ്സ് പെട്ടെന്ന് ഇന്നലെ നടന്ന കാര്യങ്ങളിലേക്ക് പോയി. എല്ലാം ഓർത്ത് ഒന്നും നെടുവീർപ്പിട്ട് അവൾ താഴേക്ക് ചെന്നു. താഴെ മുത്തശ്ശി അവളെയും പ്രതീക്ഷിച്ചതുപോലെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ കണ്ടതായി ഭാവിച്ചില്ല. ഡൈനിങ് ഹാളിൽ പോയി ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ചു മുറിയിലേക്ക് പോകാനൊരുങ്ങി. മോളെ. തിരിഞ്ഞു നടന്ന അവളെ നോക്കി അവർ വിളിച്ചു. എന്താണെന്ന ഭാവത്തിൽ അവൾ അവരെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൻ്റെ ഭാവിക്കു വേണ്ടി മോളുടെ ജീവിതത്തെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചില്ല. തെറ്റു തന്നെയാണ്. ഞങ്ങളോട് ക്ഷമിച്ചൂടെ? വളരെ വിഷമത്തോടെയാണ് മുത്തശ്ശി അത് പറഞ്ഞത്. എൻ്റെ ജീവിതത്തെപ്പറ്റി ഓർത്തത് നിങ്ങൾ വിഷമിക്കണ്ട. അതെങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യവുമില്ല. പക്ഷെ പെട്ടെന്നൊന്നും അങ്ങോട്ട് ക്ഷമിക്കാനും പറ്റില്ല ആരോടും. കൂടുതലൊന്നും സംസാരിക്കാനായി അവൾ അവിടെ നിന്നില്ല. മുറിയിൽ ചെന്ന് വാതിൽ കുറ്റിയിട്ടതിനു ശേഷം അവൾ കട്ടിലിൽ പോയി കിടന്നു. ഒറ്റപ്പെടൽ അവൾക്ക് പുതുമ ആയിരുന്നില്ല. കരയാൻ തോന്നിയെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചു. ഈ കരച്ചിൽ തൻ്റെ വാശിയാണ്. ഇതിങ്ങനെ വെറുതെ ഒഴുക്കിക്കളയാൻ പാടില്ല, അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മോള് പുറത്തു പോകുകയാണോ? ഒരുങ്ങിയിറങ്ങി താഴേക്ക് വരുന്ന അവളെ കണ്ട് മുത്തശ്ശി ചോദിച്ചു. ആ, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോകുകയാണ്. പുറത്ത് ഡ്രൈവറോട് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടും. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പോയിക്കൊള്ളാം. ഇത്രയും പറഞ്ഞവൾ പുറത്തേക്കിറങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ മോളെ എന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി, അവൾ മുത്തശ്ശിയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അതിനു മറുപടിയായി അവർ ഒന്നും മിണ്ടിയില്ല. മുന്നോട്ട് നടന്നു നീങ്ങുന്ന അവളെയും നോക്കി മുത്തശ്ശി ഉമ്മരത്തെ കസേരയിൽ ചാരിയിരുന്നു. നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് ഒന്ന് പറയണേ. പാർട്ട് 2 ഉടനെ ഇടുന്നതായിരിക്കും.